ഉത്ബോധിപ്പിക്കുന്നത്. ഇതിൽ നിന്നും ഏകനായ സ്രഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിച്ചുകൊണ്ട് അവൻ കൽപ്പിക്കുന്ന നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ വിരോധിക്കുന്ന തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ സാൽവേഷൻ, മോക്ഷം ലഭിക്കുകയുള്ളൂ. എന്നാൽ സാൽവേഷന്റെ, മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം മനുഷ്യൻ അവന്റെ കഴിവുകൾ ഉപയോഗിക്കാറില്ല. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 179-ാം വചനത്തിൽ പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അനാമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒട്ടേറെ അല്ലാഹു നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്കുണ്ട് കണ്ണുകൾ, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്കുണ്ട് കാതുകൾ, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. അവർക്കുണ്ട് ചിന്താശക്തി, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. അവർ കന്നുകാലികളെ പോലെയാണ്, അതിലും അധപ്പതിച്ചവരത്രേ. കണ്ണുകൾ കൊണ്ട് കാണേണ്ട രീതിയിൽ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയും ചിന്താശക്തി കൊണ്ട് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്കനുസൃതമായി നന്മകൾ ചെയ്യുകയും അവൻ വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും പക്ഷിലതാദികളിൽ നിന്ന് ഭിന്നനാകുന്നതും. എന്നാൽ സാൽവേഷന്റെ, മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം മനുഷ്യൻ ഈ കഴിവുകൾ ഉപയോഗിക്കാറില്ല. കാലത്ത് പല്ല് തേക്കുവാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷും പേസ്റ്റും, ഷേവ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ക്രീമും റേസറും ആഫ്റ്റർ ഷേവിംഗ് ലോഷനും, കുളിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണയും സോപ്പും, ധരിക്കുന്ന വസ്ത്രവും അതിൽ പൂശുന്ന സുഗന്ധവും, ചായ ഉണ്ടാക്കുവാൻ ആവശ്യമായ തേയിലയും കറിക്കാവശ്യമായ കറി പൗഡറും, പാകപ്പെടുത്തുവാനുള്ള കുക്കറും, താമസിക്കുന്ന വീടും സഞ്ചരിക്കുന്ന വാഹനവും, വായിക്കുന്ന പത്രങ്ങളും ഗ്രന്ഥങ്ങളും, കാണുന്ന ടെലിവിഷനും, ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും, പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും വോട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെയും ഏതാണ് നല്ലത് എന്ന് നോക്കി തെരഞ്ഞെടുക്കുന്ന മനുഷ്യൻ തന്നെയല്ലേ ഇഹലോക പരലോക വിജയത്തിന് അനിവാര്യമായ മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം കണ്ണും കാതും മസ്തിഷ്കവും കൊട്ടിയടച്ചുകൊണ്ട് അന്ധമായി പിറന്നു വീണ മതത്തിൽ തന്നെ അള്ളിപ്പിടിക്കുന്നത്? ഒരുപാട് മതങ്ങളും ദർശനങ്ങളും നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെയും ദർശനങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ മനുഷ്യൻ തയ്യാറാകാത്തത്? മതങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ യഥാർത്ഥ സാൽവേഷന്റെ, മോക്ഷത്തിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ എന്തുകൊണ്ടാണ് അവൻ ഭയക്കുന്നത്? എന്തിനേറെ തന്റെ